ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 5-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിലെ 108-ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണുന്നു 109 മുതൽ ക്ഷീരോദക സായി വിഷ്ണു, അദ്ദേഹത്തിൻ്റെ ക്ഷീരോദക സായി വിഷ്ണുവിൻ്റെ എക്സ്പാൻഷൻസിനെ കുറിച്ചാണ് ഇനി നമ്മൾ കാണുന്നത്. ഗർഭോദക സായി വിഷ്ണുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചു. ഇനി ക്ഷീരോദക സായി വിഷ്ണു, അതേപോലെ ശേഷനാഗനെ കുറിച്ചും ഇനി നമ്മൾ കാണും. നോക്കാം 109-ാമത്തെ ശ്ലോകം. യസ്യാം ശാംശ പരാത്മഖിലാനാം പോഷ്ടാ വിഷ്ണുർഭാതി ദുഗ്ധാദ്ഭിഷായി ശൗനി ഭർത്താ യത്കാലസ്യോപി അനന്തസ് തം ശ്രീ നിത്യാനന്ദ രാമം പ്രപദ്യേ. हरे कृष्णा प्रभु. हरे कृष्णा. यस्या शांशांश परात्माखिलानां पोष्टा विष्णुर्भाति दुग्धाब्धिशायी शौणी भर्ता यत्कलासोऽप्यनन्दस् तं श्री नित्यानन्दरामं प्रपद्ये. विवर्तनं by His Divine Grace Abhay Charanaravindam ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന വിഷ്ണു ആരുടെ ദ്വിതീയാംശമാകുന്നുവോ ആ നിത്യാനന്ദരാമനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ആ ക്ഷീരോദകശായ വിഷ്ണു എല്ലാ ജീവസത്തുക്കളുടെയും പരമാത്മാവും സർവപ്രപഞ്ചങ്ങളുടെയും പാലകനുമാണ്. അനന്തശേഷൻ അവിടുത്തെ മറ്റൊരു അംശമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ അംശാംശ എന്നാണ് പറയുന്നത്. യസ്യാംശാംശ നിത്യാനന്ദ പ്രഭുവിൻ്റെ അംശം ആയിട്ടുള്ള ക്ഷീരോദക സായി വിഷ്ണുവിനെ കുറിച്ച് ഇവിടെ പറയുന്നു. ക്ഷീരോദക സായി വിഷ്ണുവിൻ്റെ കാര്യം എന്താണ് നമുക്കറിയാം. ക്ഷീരോദക സായി വിഷ്ണുവാണ് പരമാത്മാവായിട്ടുള്ളത് എല്ലാ ജീവജാലങ്ങളിലും. അതേപോലെ ഗൂഢാവതാരങ്ങളിൽ വെച്ച് പരിപാലനം എന്ന് പറയുന്നത് ചെയ്യുന്നത് ക്ഷീരോദക സായി വിഷ്ണുവാണ്. അതുപോലെ ശേഷനാഗം എന്ന് പറയുന്നത് ക്ഷീരോദക സായി വിഷ്ണുവിൻ്റെ തന്നെ വിസ്തരണമാണ്, അല്ലെങ്കിൽ അംശമാണ് ശേഷനാഗം. ശേഷനാഗത്തെ ഒരിക്കലും സാധാരണ ഒരു പാമ്പായിട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു ജീവജാലമായിട്ടോ കാണാൻ പാടില്ല. ഭഗവാന്റെ അംശമാണ് തീർച്ചയായിട്ടും. അടുത്ത ശ്ലോകം. നാരായണേരനാഭിനാലമധ്യേ ധരാണി one second. Okay. 110. നാരായണേരനാഭിനാലമധ്യേ ധരണീരമധ്യേ സപ്ത സമുദ്രയേ ഗണി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീരനാഭിനാളമധ്യേ ധരണീരമധ്യേ സപ്ത സമുദ്രായേ ഗണി. വിവർത്തനം by His Divine Grace A.C. Bhaktivedanta Swami Prabhupada. ശ്രീല പ്രഭുപാദ് കി ജയ്. നാരായണന്റെ നാഭി പത്മനളത്തിൽ ഭൗതിക ലോകങ്ങൾ വിശ്രമിക്കുന്നു. ഈ ലോകങ്ങൾക്കിടയിൽ സപ്തസമുദ്രങ്ങളാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു നാരായണൻ, ഭഗവാൻ നാരായണൻ്റെ നാഭിയിൽ നിന്ന് വരുന്ന പത്മത്തെക്കുറിച്ച്
പറയുന്നത് അവിടെയാണ് എല്ലാ ഭൗതിക ലോകങ്ങളും ഉള്ളത്. ഇവിടെ നാരായണൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഗർഭോദക സൈവിഷ്ണുവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച്. കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രീമൻ നാരായണൻ്റെ എക്സ്പാൻഷൻസ് ആണ് പുരുഷാവതാരങ്ങളെല്ലാവരും. അതുകൊണ്ട് നാരായണനിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നതിനും തെറ്റ് പറയാൻ സാധിക്കില്ല. അങ്ങനെ ആ ഒരു തത്വം എല്ലാം ഒന്നായതുകൊണ്ട് ഭഗവാനാണ് എല്ലാം. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവശ്യമില്ല. താഹ ക്ഷീരോദതി മധ്യേ ശ്വേതദീപ നാമ പാലയിത വിഷ്ണു താരാസൈ നിജധാമ. ഹരേ കൃഷ്ണ. ഓം നമോ നാരായണായ നമഃ. കാന്താ ക്ഷീരോദധി മധ്യേ ശ്വേതദീപനാമ പാലയിതാ വിഷ്ണു താരാസേയി നിജധാമ. ഹരേ കൃഷ്ണ. വിവർത്തനം. അവിടെ ജഗത്പാലകനായ വിഷ്ണു ഭഗവാന്റെ ധാമമായ ശ്വേതദീപം ക്ഷീരസാഗര മധ്യേ വിളങ്ങുന്നു. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ മഹാപ്രഭുക്ക് ജയ്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥമായിട്ടുണ്ട് പ്രഭു. സിദ്ധാന്ത ശിരോമണി എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിൽ വിവിധ സമുദ്രങ്ങളെ പറ്റി ഇപ്രകാരം വിവരിക്കുന്നു. 1 ഉപ്പുവെള്ളം നിറഞ്ഞ സമുദ്രം, 2 പാൽ സമുദ്രം, 3 തൈരിന്റെ സമുദ്രം, 4 നെയ് സമുദ്രം, 5 കരിമ്പുനീരിന്റെ സമുദ്രം, 6 മദ്യത്തിന്റെ സമുദ്രം, 7 മധുരജലം നിറഞ്ഞ സമുദ്രം. ഉപ്പ് സമുദ്രത്തിന്റെ ദക്ഷിണ ഭാഗത്താണ് ക്ഷീരോദകശായി വിഷ്ണു വസിക്കുന്ന ക്ഷീരസാഗരം. അവിടെ ബ്രഹ്മാദി ദേവന്മാരാൽ അവിടുന്ന് ആരാധിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ മഹാപ്രഭു. ഹരേ കൃഷ്ണ. ശ്വേതദ്വീപിലാണ് ക്ഷീരോദക സായി വിഷ്ണു ഉള്ളത്. ശ്വേതദ്വീപ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പാലാഴി എന്ന് നമ്മൾ പറയും അല്ലേ, പാലാഴിയിലാണ് ക്ഷീരോദക സായി വിഷ്ണു ഉള്ളത്. ഇവിടെ പറയുന്നു സപ്ത ദ്വീപങ്ങളെക്കുറിച്ച്. ഭാവത്തിൽ ശിവപ്രഭാജി പറയുന്നുണ്ട്. സപ്തദ്വീപങ്ങൾ എവിടെയുണ്ട്? കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധാരണയിലും മധ്യ സപ്ത സമുദ്ര ഏകാനി, സപ്തസമുദ്രങ്ങളെക്കുറിച്ച് ഈ ഭാവത്തിൽ ശിവപ്രഭാജി പറയുന്നു. അപ്പോൾ ഇങ്ങനെയും സമുദ്രങ്ങളുണ്ട്. നമുക്ക് ഉപ്പുവെള്ളത്തിൻ്റെ സമുദ്രം മാത്രമേ അറിയുള്ളൂ. നമ്മൾ കാണുന്ന സമുദ്രം ഉപ്പുവെള്ളത്തിൻ്റെ അല്ലേ. അതേപോലെ പാലിൻ്റെ സമുദ്രമുണ്ട്, തൈരിൻ്റെ ഉണ്ട്, നെയ്യിൻ്റെ ഉണ്ട്, കരിമ്പിൻ്റെ ഉണ്ട്. മദ്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന മദ്യമല്ല, എന്തായാലും ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. അതേപോലെ മധുരം സ്വീറ്റ് വാട്ടർ, മധുരജലം. ഇങ്ങനെ സപ്തദ്വീപങ്ങൾ പറയുന്നു. ഇത് ശരിക്കും ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ സിദ്ധാന്ത ശിരോമണിയെക്കുറിച്ച് പറയുന്നു, അവിടെ പറയുന്നു എന്നുള്ളത് ആസ്ട്രോളജിൽ. അത് നമ്മുടെ ജ്യോത്സ്യന്മാർ റെഫർ ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. അതിൽ പറയുന്നു. അതേപോലെ ശ്രീമദ് ഭാഗവതത്തിലും നമ്മൾ 5ാമത്തെ സ്കന്ധം പഠിക്കുമ്പോൾ അവിടെ പ്ലാനറ്ററി സിസ്റ്റംസ് പഠിക്കുന്ന സമയത്തും അവിടെയും ഇതേപോലെ പറയുന്നുണ്ട് ഈ സമുദ്രങ്ങളുടെ കാര്യം. ഓക്കെ. സകല ജീവേരതി ഹോ ഹായേ അന്തര്യാമി ജഗത് പാലഗതി ഹോ ജഗതേര സ്വാമി. ഹരേ കൃഷ്ണ. സകല ജീവേരതിൻഹോ ഹയേ അന്തര്യാമി ജഗത്പാലകത്തിൻഹോ ജഗതേര സ്വാമി. വിവർത്തനം. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. അവിടുന്ന് എല്ലാ ജീവന്മാരുടെയും പരമാത്മാവാണ്. ജഗത്പാലകനായ അവിടുന്നാണ് ജഗന്നാഥനും. ഭാവാർത്ഥം. ലഘുഭാഗവതാമൃതം പൂർവം 2:36-42. ഈ പ്രപഞ്ചത്തിലെ വിഷ്ണു ലോകത്തെപ്പറ്റി വിഷ്ണു ധർമ്മോത്തരത്തിൽ നിന്ന് ഉദ്ധരിച്ച് ഈ വിവരണം നൽകിയിരിക്കുന്നത്. പരമശിവന്റെ രുദ്രലോകത്തിനു മുകളിലായി 4 ലക്ഷം മൈൽ ചുറ്റളവുള്ള മർത്യന്മാർക്ക് അപ്രാപ്യമായ വിഷ്ണുലോകമെന്ന് വിളിക്കപ്പെടുന്ന ലോകമുണ്ട്. ആ വിഷ്ണുലോകത്തിന് മുകളിലായി സുമേരു പർവ്വതത്തിന് കിഴക്കു ഭാഗത്ത് ഉപ്പുജലം നിറഞ്ഞ സമുദ്രത്തിൽ മഹാവിഷ്ണു ലോകമെന്ന് വിളിക്കപ്പെടുന്ന ഒരു സുവർണ ദ്വീപുണ്ട്. ബ്രഹ്മാവും മറ്റ് ദേവന്മാരും ചിലപ്പോഴൊക്കെ വിഷ്ണു ഭഗവാനെ സന്ദർശിക്കാൻ അവിടെ പോകാറുണ്ട്. വിഷ്ണു ഭഗവാൻ ഐശ്വര്യ ദേവതയോടൊത്ത് അവിടെ ശയിക്കുന്നു. വർഷകാലത്ത് 4 മാസം അവിടെ ശേഷനാഗത്തിന്റെ ശയ്യയിൽ നിദ്രയിലാണ്ട് അവിടുന്ന് ആസ്വദിക്കുന്നതായി പറയപ്പെടുകയും ചെയ്യുന്നു. സുമേരുവിന്റെ കിഴക്കു ഭാഗത്താണ് ക്ഷീരസാഗരം.
അവിടെ ഒരു ശ്വേതദ്വീപിലെ ശ്വേതനഗരത്തിൽ ശേഷസിംഹാസനത്തിൽ ഭഗവാൻ ലക്ഷ്മി സമേതനായി വിരാജിക്കുന്നത് കാണാൻ കഴിയും. വിഷ്ണുവിന്റെ ആ രൂപവും വർഷകാലത്ത് 4 മാസം നിദ്ര ആസ്വദിക്കുന്നു. ക്ഷീരസാഗരത്തിലെ ശ്വേതദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ലവണസമുദ്രത്തിന് തൊട്ടു തെക്കു ഭാഗത്താണ്. ശ്വേതദ്വീപിന്റെ വിസ്തൃതി 2,00,000 ചതുരശ്ര മൈലുകളാണെന്ന് കണക്കാക്കപ്പെടുന്നു. മനോഹരമായ ഈ അതീന്ദ്രിയ ദ്വീപ് വിഷ്ണു ഭഗവാനെയും സ്വപത്നിയെയും സന്തോഷിപ്പിക്കുന്നതിനായി കൽപ്പവൃക്ഷങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ശ്വേതദ്വീപിനെ കുറിച്ചുള്ള പരാമർശം ബ്രഹ്മാണ്ഡ പുരാണത്തിലും വിഷ്ണു പുരാണത്തിലും മഹാഭാരതത്തിലും പത്മപുരാണത്തിലുമുണ്ട്. താഴെ കൊടുത്തിട്ടുള്ള പരാമർശം ശ്രീമദ് ഭാഗവത 11:15-18 ഉണ്ട്. ശ്വേതദീപപദൗ ചിത്തം ശുദ്ധേ ധർമ്മമയേ മയി ധാരയൻ ശ്വേതതാം യാതി ഷഡ് ഊർമി രഹിതോ നരഹ. എന്റെ പ്രിയപ്പെട്ട ഉദ്ധവ, ശ്വേതദ്വീപിലെ എന്റെ ദിവ്യമായ വിഷ്ണുരൂപം എനിക്ക് തുല്യമാണെന്ന് മനസ്സിലാക്കുക. ശ്വേതദ്വീപിലെ ഈ ഭഗവാനെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്ന ഏതൊരുവനും 6 ഭൗതിക ക്ലേശങ്ങളായ വിശപ്പ്, ദാഹം, ജനനം, മരണം, ശോകം, വ്യാമോഹം ഇവകളെ മറികടക്കാൻ കഴിയും. അപ്രകാരം ഒരുവന് തന്റെ സ്വരൂപാവസ്ഥ വീണ്ടെടുക്കാനാവും. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് താങ്ക് യു. ഹരേ കൃഷ്ണ. ശ്ലോകത്തിൽ പറയുന്നു പരമാത്മാവായിട്ടുള്ള ക്ഷീരോദ സായി വിഷ്ണുവിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹമാണ് പരിപാലിക്കുന്നത്, പരിപാലനം ചെയ്യുന്ന അദ്ദേഹമാണ്. ജഗന്നാഥ്, ജഗത്തേര സ്വാമി, ഈ ജഗത്തിൻ്റെ സ്വാമിയായിട്ട് അദ്ദേഹത്തെ കാണുന്നു. കാര്യം അദ്ദേഹമാണ് ഫുൾ മെയിൻ്റനൻസ് ചെയ്യുന്നത്. 14 ലോകങ്ങളുള്ള എല്ലാ ദേവന്മാരും ആക്ച്വലി റിപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ്? ഇദ്ദേഹത്തെയാണ്, ക്ഷീരോദക സായി വിഷ്ണുവിനാണ്. ഈ ക്ഷീരോദക സായി വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് ബ്രഹ്മാവ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ദേവന്മാരും ബ്രഹ്മാവൊക്കെ ഓടിപ്പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ്. ഇതിനപ്പുറത്തേക്കുള്ള വിഷ്ണു, ഗർഭോദക സായി വിഷ്ണുവിൻ്റെ അടുത്തേക്കും കാരണോദക സായി വിഷ്ണുവിൻ്റെ അടുത്തേക്കും ആക്സസ് ഇല്ല. ഇവർക്ക് മാക്സിമം ആക്സസ് ഉള്ളത് വിഷ്ണു ലോകം. ഇവിടെ വിഷ്ണു ലോകം എന്ന ഭാവത്തിൽ പറയുന്നത് അത് ഇവിടെ ഭൗതിക ലോകത്തിലെ വിഷ്ണു ലോകം, അതായത് ക്ഷീരോദക സായി വിഷ്ണു ഇരിക്കുന്ന ലോകം. വേറെ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ധ്രുവലോകവും അതിൻ്റെ അടുത്താണ് എന്നുള്ളത്, അല്ലേ, ആ ഭാഗം. സോ ഇവിടെ സുമേരു പർവ്വതത്തെക്കുറിച്ച് പറയും. സുമേരു പർവ്വതമൊക്കെ ഉള്ളത് ഇവിടെയാണ്. അതെ, ഈ ഒരു ഭൗതിക ലോകത്തിൽ നമ്മളിരിക്കുന്ന ഈ ഒരു ബ്രഹ്മാണ്ഡത്തിലുള്ളതാണ്. സുമേരു പർവ്വതത്തെ ഒരു നടുക്കുള്ളൊരു സ്ഥലമായി കണ്ട് അതിൻ്റെ പല ഭാഗത്തും ഈ പറഞ്ഞ ഈ ഒരു 7 സമുദ്രങ്ങളുണ്ട്. ഇനി ആ സമുദ്രങ്ങളുടെ ഓരോ ദിശയിലാണ് ഈ ലോകങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നു. അതേപോലെ തന്നെ ലോകമല്ല, ഭഗവാന്റെ ഓരോ ഇവിടെ മഹാവിഷ്ണു ശ്വേതദ്വീപിനെ കുറിച്ച് ഒരു സ്ഥലത്ത് പറയുന്നു. അതിനപ്പുറത്ത് പിന്നെ വേറെ മഹാവിഷ്ണു ലോക എന്ന് പറയുന്നൊരു ഭാഗം സുമേരു പർവ്വതത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് പറയുന്നു. ഒരു ഗോൾഡൻ അത് സുവർണ്ണ നിറത്തിലുള്ള ഒരു ദ്വീപാണ്. അതിനെ മഹാവിഷ്ണു ലോക എന്ന് പറയുന്നു. പിന്നെ വേറെ ശ്വേതദ്വീപുണ്ട്, അത് വെളുത്ത നിറത്തിലാണ്. ഇപ്പോൾ ഇതൊക്കെ ഇവിടെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന്റെ സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഭഗവാൻ വിഷ്ണുവിനെ, അതായത് ഇവിടെ പറയുന്നു ചില സമയങ്ങളിൽ, അതായത് ഭഗവാൻ അത് ഇപ്പോൾ ഒരേ വിഷ്ണു തന്നെയാണ് അവിടെ ഇവിടെ എന്നുള്ളത്, കുറേ വിഷ്ണുമാർ എന്നുള്ളതല്ല. ഭഗവാൻ ഒരുപാട് ഈ ഭൗതിക ലോകത്തിലെ വൈകുണ്ഠ ലോകങ്ങളാണ് ഇതെല്ലാം. വൈകുണ്ഠ ലോകങ്ങളിൽ വരുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ ഒരു വൈകുണ്ഠ ലോകമുണ്ട്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ഷീരോദക സായി വിഷ്ണു ഇരിക്കുന്ന സ്ഥലം. കാര്യം അതുകൊണ്ട് സംഹാരം നടക്കുന്ന സമയത്ത് ഈ ലോകത്തിനൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെയുള്ള ക്ഷീരോദക സായി വിഷ്ണു ഇരിക്കുന്ന ലോകത്തെയും വിഷ്ണു ലോകമെന്ന് പറയുന്നു. ഈ വിഷ്ണു ലോകത്തിൽ നാശമില്ല, സംഹാരം നടക്കുമ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല. കാര്യം ഭഗവാൻ വിഷ്ണുവിന് ഒരിക്കലും ഭൗതിക ലോകത്തിൽ ഇരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലം തീർച്ചയായിട്ടും ആധ്യാത്മിക തലത്തിലായിരിക്കും. അതാണ് വ്യത്യാസം. അപ്പോൾ ചോദ്യം വരാം, ഈ വിഷ്ണുവിൻ്റെ ലോകത്ത് അന്തേവാസികളുണ്ടോ? അവിടെയും ഭഗവാന്റെ ഭക്തരുണ്ടോ? അവിടെയും ഭക്തരുണ്ട്. അപ്പോൾ ഇവിടെ ഈ വൈകുണ്ഠ ലോകവും ഇതിനപ്പുറത്തുള്ള വൈകുണ്ഠ ലോകവും തമ്മിൽ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. എന്നാലും
ഇവിടെ ക്ഷീരോദകസായി വിഷ്ണു എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ്, വ്യത്യാസമില്ല, വ്യത്യാസമില്ല. സോ ഭഗവാൻ എവിടെയാണെങ്കിലും നമ്മുടെ ആരാധന പോലെ ഇരിക്കും എവിടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത്. ഈ ഭൗതിക ലോകത്തിലെ വൈകുണ്ഠത്തിലാണെങ്കിലും അതും ആധ്യാത്മിക ലോകം പോലെ തന്നെയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയും ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്നത് ബാധിക്കില്ല. അപ്പോൾ ആധ്യാത്മിക തലത്തിലുള്ള ആളുകൾക്ക് മാത്രമേ അവിടെയും പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ നമ്മൾ എപ്പോഴും പറയുന്ന വൈകുണ്ഠ ലോകങ്ങൾ എന്ന് പറയുന്നത് ഇതിനപ്പുറത്താണ്, ബിയോണ്ട് ഈ ഒരു വിരജ നദിയുടെ അപ്പുറത്ത് ഉള്ള ലോകങ്ങളാണ് മറ്റുള്ള ലോകങ്ങൾ, അതായത് വൈകുണ്ഠ ലോകങ്ങൾ. ഇവിടെ കുറേ എക്സ്പ്ലനേഷൻ പറയുന്നു. സുമേരു പർവ്വതത്തിൻ്റെ ആദിശേല ഈദേശേല എന്നുള്ളത് ഒന്നും കൂടെ പുസ്തകമുള്ളവർക്ക് വായിക്കാം. എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ബ്രഹ്മാണ്ഡ പുരാണത്തിലും വിഷ്ണു പുരാണത്തിലും അതേപോലെ തന്നെ ലഘു ഭാഗവതാമൃതത്തിൽ ഇവിടെയൊക്കെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്, ഈ ശ്വേതദ്വീപിനെക്കുറിച്ചും മറ്റുള്ള എക്സ്പ്ലനേഷൻസും ഭഗവാൻ വിഷ്ണുവിൻ്റെ ലോകത്തെക്കുറിച്ച്, ക്ഷീരോദസായി വിഷ്ണുവിൻ്റെ ലോകത്തെക്കുറിച്ച്. പിന്നെ അവസാനം ഭാഗവത്തിൽ നിന്നൊരു ശ്ലോകം ശീല പ്രഭുപാദിയുടെ കോട്ട് ചെയ്തിട്ടുണ്ട് ശ്വേതദ്വീപിനെക്കുറിച്ച്. അവിടെയുള്ള വിഷ്ണുവിനെ ആരാധിക്കുന്നവർ ആരാണോ ക്ഷീരോദകസായി വിഷ്ണുവിനെ ആരാധിക്കുന്നത് അവരുടെ ഹൃദയത്തിലുള്ള അതായത് എല്ലാ പ്രശ്നങ്ങളും മാറുന്നു. അവരുടെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും, അതായത് വിശപ്പാവട്ടെ, ദാഹമാവട്ടെ, ജന്മമൃത്യു ജരാവ്യാധി ആവട്ടെ, അതേപോലെ ദുഃഖങ്ങളാവട്ടെ, ഇതെല്ലാം മറികടന്ന് പോകാൻ സാധിക്കുന്നു. അതാണ് പറയുന്നത്. അങ്ങനെയുള്ള അവസാനം അവർക്ക് അവരുടെ ആധ്യാത്മികമായിട്ടുള്ള രൂപം അവർക്ക് കിട്ടുന്നു. അപ്പോൾ ക്ഷീരോദകസായി വിഷ്ണുവിനെ ആരാധിക്കുന്നവർ ക്ഷീരോദകസായി വിഷ്ണുവിൻ്റെ അടുത്ത് പോകും, ഗർഭോദകസായി വിഷ്ണുവിനെ ആരാധിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകും. ഇനി മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നവർ ഒരുപക്ഷെ അവിടേക്ക് പോകാം, അല്ലെങ്കിൽ നാരായണൻ്റെ അടുത്തേക്ക് പോകാം. കാര്യം ശ്രീമൻ നാരായണനും വിഷ്ണുമൂർത്തികളും തമ്മിൽ വ്യത്യാസമില്ല. സോ നമ്മൾ എവിടെ പോകുന്നു സ്പെസിഫിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാര്യം ഭഗവാൻ എവിടെയാണോ നമ്മുടെ ആരെയാണോ ആരാധിക്കുന്നത് അവിടെയേ നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഭഗവാനാണ് നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത്, അല്ലേ? സോ ഡെഫിനറ്റ്ലി പിന്നീട് ചിലപ്പോൾ അവിടെ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് ശ്രീമൻ നാരായണൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകാം. കാര്യം ഈ വിഷ്ണുമൂർത്തികളൊക്കെ ഇവിടെ അവർ ഭൗതിക ലോകത്തിൻ്റെ ക്രിയേഷനും പരിപാലനത്തിനും വേണ്ടി വരുന്നതാണ്. കൂടുതലും ആക്ച്വലി ആ ഒരു സർവീസസും ഒക്കെ നടക്കുന്നത്, സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫിക്കലി നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുമ്പോഴാണ്. കാര്യം അവിടെയാണ് ഒരുപാട് ഭക്തരുള്ളതും, അവിടെയാണ് നിത്യവും അല്ലെങ്കിൽ അവിടെ സേവനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ജനറലി. കാര്യം അവിടെ ശ്രീമൻ നാരായണൻ ഇരിക്കുന്നത് പ്രത്യേകിച്ചും എന്തെങ്കിലും എന്താ പറയുക, ഒരു ടാസ്കുമായിട്ടിരിക്കുന്നതല്ല. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ലോകത്തിരിക്കുമ്പോൾ അവർ എൻജോയ് ചെയ്യണം, അവർ പാസ്റ്റ് ടൈംസ്, അവർ ലീലകൾ ആസ്വദിക്കുന്നു. അതേപോലെ തന്നെയാണ് വിഷ്ണു ലോകവും. നേരെ മറിച്ച് ഇവിടെ ഭൗതിക ലോകത്തിലേക്ക് കടക്കുമ്പോൾ വിഷ്ണുവിൻ്റെ എക്സ്പാൻഷൻ വരുമ്പോൾ, ശ്രീമൻ നാരായണൻ്റെ എക്സ്പാൻഷൻ വരുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്, അവർക്ക് ഓരോരുത്തർക്കും ഓരോ ടാസ്കുകളുണ്ട്, അല്ലേ? അവരാ ടാസ്ക് ചെയ്യുന്നു, അതാണ്. അപ്പോൾ ഇവിടെയും അന്തേവാസികളുണ്ടാവും. കാര്യം ശ്വേതദ്വീപിൽ ധ്രുവ മഹാരാജ് പോകുമ്പോൾ ധ്രുവ മഹാരാജിനോട് പറയുന്നുണ്ട് അവിടെ എൻ്റെ കൂടെ നിനക്ക് ഇരിക്കാമെന്ന്, അല്ലേ? ധ്രുവ മഹാരാജ് ആക്ച്വലി പോകുന്നത് ഇവിടുത്തെ ശ്വേതദ്വീപിലേക്കാണ്. അപ്പോൾ അവിടെ ആളുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ആധ്യാത്മിക ലോകത്തിലും ഉണ്ട്. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ആധ്യാത്മിക ലോകത്തിൽ ഒരുപാട് ഭക്തരുണ്ട്. സോ ഡസൻ മാറ്റർ നമ്മൾ എവിടെയാണോ എന്നുള്ളതല്ല, എങ്ങനെയാണോ ആരുടെ കൂടെയാണോ ഇരിക്കുന്നതെന്നാണ് ഇമ്പോർട്ടൻ്റ്, അല്ലേ? ഇപ്പോൾ ഭഗവാൻ വിഷ്ണുവിനെ ക്ഷീരോദസായി വിഷ്ണുവിനെ ആരാധിക്കുന്നവർ ഹാപ്പിയാണ് അവരുടെ ഭഗവാന്റെ കൂടെ ഇരുന്നാൽ. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ ശ്ലോകത്തിൽ തന്നെ, ഭാഗവതത്തിലത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ശ്വേതദ്വീപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ
അങ്ങനെയുള്ളവർ അവരുടെ അതീന്ദ്രിയ ശരീരത്തിൽ അവിടെ തന്നെ ഒറിജിനലായിട്ട് അവിടെ ഇരിക്കുമെന്ന് അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ജന്മമൃത്യു ജരാവ്യാധിയും ഇല്ല. അപ്പോൾ മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ എവിടെയുണ്ടോ ആ ലോകം വൈകുണ്ഠമാണ്, അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിലുള്ളതാണ്. അതുകൊണ്ട് അവിടെ പ്രവേശിക്കണമെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ വേണം. എല്ലാവർക്കും പോകാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാം. എന്തായാലും നമ്മുടെ ഇഷ്ടദേവൻ ഇവിടെയൊന്നല്ല ഇരിക്കുന്നത്, അദ്ദേഹം ഒരുപാട് ദൂരെയാണ്. കൃഷ്ണൻ ഇരിക്കുന്ന ഒരുപാട് ദൂരെയാണ്. അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് തന്നെ പോകാം. നമ്മുടെ ലക്ഷ്യം അതാണെങ്കിൽ ആ ലക്ഷ്യം വെച്ച് ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ആ ഗോലോക വൃന്ദാവനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആ വൃന്ദാവനത്തിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ലീലകളിലൊക്കെ കണ്ടും ഭഗവാന്റെ ലീലകളിൽ കൂടിയും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു. ഓക്കെ, അടുത്ത ശ്ലോകം. യുഗ മന്വന്തരേ ധരി നാന അവതാര ധർമ്മ സംസ്ഥാപന കരേ അധർമ്മ സംഹാര. ഹരേ കൃഷ്ണ പ്രഭു. യുഗമന്വന്തരേ ധരി നാനാ അവതാര ധർമ്മ സംസ്ഥാപന കരേ അധർമ്മ സംഹാര. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. യുഗങ്ങളിലും മന്വന്തരങ്ങളിലും അവിടുന്ന് യഥാർത്ഥ ധർമ്മ തത്വങ്ങൾ സ്ഥാപിക്കുന്നതിനും അധർമ്മത്തെ സംഹരിക്കുന്നതിനുമായി വിവിധ അവതാരങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. ഭാവാർത്ഥം. ക്ഷീരസാഗരത്തിൽ ചയിക്കുന്ന വിഷ്ണു ഭഗവാൻ വിശ്വനിയമങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉപദ്രവ കാരണങ്ങൾ നശിപ്പിക്കുന്നതിനും നാനാരൂപങ്ങളിൽ അവതരിക്കുന്നു. അത്തരം അവതാരങ്ങൾ ഓരോ മന്വന്തരത്തിലും, അതായത് 71 × 432 ലക്ഷം വർഷം ദൈർഘ്യമുള്ള ഓരോ മനുവിന്റെ ഭരണകാലത്ത് ദൃശ്യമാകുന്നു. ബ്രഹ്മാവിന്റെ ഒരു പകലിനുള്ളിൽ അത്തരം 14 മനുക്കൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. 4,32,00,000. ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി താങ്ക് യു. ഇവിടെ മന്വന്തര അവതാരങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ പല ടൈപ്പ് ഓഫ് അവതാരങ്ങളുണ്ട് അല്ലേ? ലീലാവതാരങ്ങൾ എന്ന് പറയും, അതേപോലെ ഗുണാവതാരങ്ങളെന്ന് പറയും, ശക്തി ആവേശ അവതാരങ്ങളെന്ന് പറയും, മന്വന്തര അവതാരങ്ങളെന്ന് പറയും. മന്വന്തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുവിൻ്റെ കാലാവധിയാണ് ഇവിടെ പറയുന്നത്. 71 ഇൻറ്റു എത്ര വർഷം? 4,32,000 ലക്ഷം വർഷങ്ങൾ. അതാണ് ഒരു മനുവിൻ്റെ കാലാവധി. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന അവതാരങ്ങളുണ്ട്, അതിനെ മന്വന്തര അവതാരങ്ങൾ, ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ 14 മനുക്കളാണ് വരുന്നത്. 14 പേര് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ, അതായത് ഒരു കൽപ്പത്തിൽ 14 മനുവാണ് വരുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം. ദേവഗണേനാപായാഹര ദർശന ക്ഷീരോദകത്തിരേയായി കരേനസ്തവന. ഹരേ കൃഷ്ണ. ദേവഗണേനാപായാധരദർശന ക്ഷീരോദകത്തിരേയായി കരേന സ്തവന. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് ശ്രീ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. അവിടുന്ന് കാണാൻ കഴിയാതെ ദേവന്മാർ ക്ഷീരസാഗര തീരത്തെത്തി അവിടത്തേക്കായി പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ഭാവാർത്ഥം. സ്വർഗലോകങ്ങൾ മുതൽ ഉപരിലോകങ്ങളിൽ വസിക്കുന്നവർക്ക് പോലും വിഷ്ണു ഭഗവാനെ ശ്വേതദ്വീപിൽ കാണാൻ കഴിയുന്നില്ല. ദ്വീപിലെത്താൻ കഴിയാതെ അവർ ക്ഷീരസാഗര തീരത്തെത്തി പ്രത്യേക സന്ദർഭങ്ങളിൽ ഭഗവാനെ അവതരിക്കുവാൻ അഭ്യർത്ഥിച്ച് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രഹ്മാവിനും മറ്റുള്ള ദേവന്മാർക്കൊക്കെ പാലാഴിയുടെ തീരത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കാനേ സാധിക്കുകയുള്ളൂ. ദ്വീപ് എന്ന് പറയുന്നത് അതിനകത്താണ് ദ്വീപുള്ളത്. ആ ദ്വീപിലേക്ക് എൻട്രി ഇല്ല. പിന്നെ ഭഗവാൻ വിചാരിക്കണം അവർക്ക് ദർശനം കൊടുക്കണമെങ്കിൽ ഭഗവാൻ ദർശനം ഇങ്ങോട്ട് വന്ന് കൊടുക്കുമായിരിക്കും. ഭഗവാൻ ദർശനം കൊടുക്കും. ഇല്ലെങ്കിൽ മിക്കവാറും ശബ്ദം മാത്രമാണ് അല്ലേ? പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ദേവന്മാർ ഓടിപ്പോയി അവിടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്
ഭഗവാൻ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ അവതാരം എടുത്തോളാം, ഞാൻ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരോട് അവരെ സമാധാനിപ്പിക്കാറുണ്ട്. ചില അവസരങ്ങളിൽ ഒരുപക്ഷെ ഭഗവാൻ ദർശനവും കൊടുക്കുമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എളുപ്പമല്ല എന്നാണ് പറയുന്നത്. എളുപ്പമല്ല അദ്ദേഹത്തെ കാണുക എന്ന് പറയുന്നത്. അങ്ങനെ ആർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. വെരി വെരി സ്പെഷ്യൽ. വിഷ്ണു ഈസ് വെരി സ്പെഷ്യൽ. അപ്പോൾ എന്തായിരിക്കും വൈകുണ്ഠ ലോകങ്ങൾ അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലും വൈകുണ്ഠത്തിലുമുള്ള ഭഗവാന്റെ ആ ഒരു അവിടെ എത്തണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ദേവന്മാർക്ക് ഈ മെറ്റീരിയൽ ഭൗതിക ലോകം ക്രോസ് ചെയ്തിട്ട് പോയി അവിടുത്തെ വൈകുണ്ഠത്തിൻ്റെ ജയവിജയന്മാർ കാവൽ നിൽക്കുന്ന അവിടെ പോയി അവർക്ക് പോകാനുള്ള എൻട്രി ഇല്ല, അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ മാക്സിമം ക്ഷീരസാഗരത്തിൻ്റെ മുമ്പിൽ നിന്ന് പറയും. ബ്രഹ്മാവിന് പിന്നെയും സാധിക്കും. ബ്രഹ്മാവ് ഉള്ളതിൽ വെച്ച് ബ്രഹ്മാവാണ് ഹയസ്റ്റ് പോസ്റ്റുള്ള വ്യക്തി. ബ്രഹ്മാവിന് കുറച്ചും കൂടെ ആക്സസിബിലിറ്റി ഉണ്ടാവും. മറ്റുള്ള ദേവന്മാർ അതിൻ്റെ താഴെ വരുന്നതാണ്. സോ അതുകൊണ്ട് ഇവരെല്ലാവരും ബ്രഹ്മാവിനെയാണ് അപ്രോച്ച് ചെയ്യുക ആദ്യം. പിന്നെ ബ്രഹ്മാവാണ് അദ്ദേഹം ബാക്കി മുന്നോട്ട് ചെയ്യുന്നത്. ഓക്കെ, 115. തബേ അവതാരി കരേ ജഗത് പാലന അനന്ത വൈഭവ താര നാഹിക ഗണന. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. തബേ അവതാരി കരേ ജഗത് പാലന അനന്ത വൈഭവ ഗണന. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്പോഴവിടുന്ന് ഭൗതിക ലോകത്തിന്റെ പരിപാലനത്തിനായി അവതരിക്കുന്നു. അവിടുത്തെ അളവറ്റ ഐശ്വര്യങ്ങളെ ഗണിക്കാനാവില്ല. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ചൈതന്യ മഹാപ്രഭു കി ജയ്. ഹരേ കൃഷ്ണ പ്രഭു. ഇനി ഇവിടെ പറയുന്നു, അങ്ങനെ വിഷ്ണു അവതാരം എടുത്തു വരുന്ന കാര്യമാണ് പറയുന്നത്. തബേ അവതാരി കരെ ജഗത് പാലന. ഈ ഭൗതിക ലോകം പരിപാലിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവതാരം എടുത്തു വരുന്നു. പല അവതാരങ്ങളിലും അദ്ദേഹം വരുന്നു. സേയ് വിഷ്ണു ഹയയാര അംശ സേയ് പ്രഭു നിത്യാനന്ദ സർവ അവതാംശ. ഹരേ കൃഷ്ണ. സേയി വിഷ്ണു ഹയാൻഡ അംശാംശേര അംശ സേയി പ്രഭു നിത്യാനന്ദ സർവ അവതംസ. വിവർത്തനം ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പക്ഷേ ആ വിഷ്ണു ഭഗവാൻ എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സായ നിത്യാനന്ദരാമന്റെ ഒരു അംശാംശാംശ വിസ്തരണമാണ്. ഭാവാർത്ഥം. ശ്വേതദ്വീപിന്റെ നാഥന് സൃഷ്ടിക്കാനും സംഹരിക്കാനും അളവറ്റ ശക്തിയുണ്ട്. ആദിസംഘർഷനായ സാക്ഷാൽ ബലരാമൻ തന്നെയായ നിത്യാനന്ദ പ്രഭുവാണ് ശ്വേതദീപനാഥന്റെ മൗലിക രൂപം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു വിഷ്ണുവിനെ കുറിച്ച്, ക്ഷീരോദസായി വിഷ്ണുവിനെ കുറിച്ച്. അദ്ദേഹം അംശത്തിൻ്റെ അംശേര അംശ എന്നാണ് പറയുന്നത്. ആരുടെ? ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ. ശ്രീ നിത്യാനന്ദ പ്രഭു ആരാണ്? ശ്രീ ബലരാമനാണ്, അല്ലേ? സോ ബലരാമനിൽ നിന്നാണ് മറ്റുള്ള അവതാരങ്ങളൊക്കെ. കൃഷ്ണൻ്റെ ആദ്യത്തെ വിസ്തരണമാണ് ബലരാമൻ. അതിനുശേഷം മറ്റുള്ള എല്ലാ എക്സ്പാൻഷൻസും ബലരാമനിൽ നിന്നാണ്, അല്ലെങ്കിൽ നിത്യാനന്ദ പ്രഭുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെ എല്ലാ അവതാരങ്ങളുടെയും ഒരു ഉദ്ഭവം അവിടെ നിന്നാണെന്ന് പറയാൻ കാര്യം അതാണ്. കാര്യം ഭഗവാൻ എക്സ്പാൻഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ എല്ലാം ബലരാമൻ ആണ് ചെയ്യുന്നത്. ബലരാമൻ്റെ എക്സ്പാൻഷൻസാണ് വരുന്നത്. സോ പിന്നെ ഭഗവാൻ ഈസ് ഫ്രീ. ഭഗവാൻ അവിടെ ലീലകൾ ചെയ്ത് ലീലാവിഹാരി കൃഷ്ണൻ എവിടെയാണ് ഇരിക്കുന്നത്? വൃന്ദാവനത്തിൽ ബിസിയാണ് ആൾ. ബാക്കിയുള്ളതൊക്കെ ഇവരെ ഏൽപ്പിക്കും. ഓക്കെ, നിങ്ങളെന്താണ് ഇത് ചെയ്തോളൂ, ബട്ട് ഞാനിവിടെയുണ്ട്. സേയ് വിഷ്ണു ശേഷരൂപേ ധരേന ധരണി കാഹ ആചേ മഹേശിരേ ഹേന നഹി ജാനി. ഹരേ കൃഷ്ണ പ്രഭു. സേയി വിഷ്ണു ശേഷരൂപേ ധരേണ ധരണി കൻഹ ആചേ മഹേശിരേ ഹേന നഹി ജാനി. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അതേ വിഷ്ണു ഭഗവാൻ അനന്തശേഷന്റെ രൂപത്തിൽ ലോകങ്ങളെ തന്റെ ശിരസ്സുകളിൽ വഹിക്കുന്നു. തന്റെ ശിരസ്സുകളിൽ അവയുടെ സ്ഥിതിയും തുലവും അനുഭവപ്പെടാതിരിക്കാൻ
അനുഭവപ്പെടാത്തതിനാൽ അവ എവിടെയാണെന്നു പോലും അവിടുന്ന് അറിയുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു വിഷ്ണുവിൻ്റെ വിഷ്ണു കിടക്കുന്നത് ശേഷനാഗിൻ്റെ മുകളിലാണ്. ആ ശേഷനാഗിൻ്റെ മുകളിൽ പറയുന്ന എല്ലാ ഗ്രഹങ്ങളും പ്ലാനറ്റുകളൊക്കെ അത് താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം ഭഗവാന്റെ അംശം തന്നെയാണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. സോ ഇത് ഇത്രയും വലിയ വെയിറ്റുള്ള സാധനം എന്ത്, ഓരോ പ്ലാനറ്ററി സിസ്റ്റം മുഴുവനും ഇരിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്കതിൻ്റെ വെയിറ്റ് താങ്ങുന്നു, ഫീൽ ചെയ്യുന്നുണ്ടാവുമോ ശേഷനാഗന്? ഇല്ല. അദ്ദേഹം ഭഗവാന്റെ അംശമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഒരു കടുകുമണി ഇരിക്കുന്ന പോലെ ഉള്ളൂ അദ്ദേഹത്തിന് ഇതെല്ലാം. ഓക്കെ. സഹസ്ര വിസ്തീർണയാര ഫനാര മണ്ഡല സൂര്യജി നിമനി ഗണ കരെ ജലമാല. ഹരേ കൃഷ്ണ. സഹസ്ര വിസ്തീർണ യാര ഫനാര മണ്ഡല സൂര്യജീനി മണി ഗണ കരെ ജലമാല. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാ ശീല പ്രഭുപാദ് കി ജയ്. അവിടുത്തെ ആയിരക്കണക്കിന് വിടർന്ന ഫണങ്ങൾ സൂര്യനെ വെല്ലുന്ന ഉജ്ജ്വല രത്നങ്ങളാൽ അതിമനോഹരമായി അലങ്കരിക്കപ്പെട്ടവയാണ്. ഹരേ കൃഷ്ണ. ഫണങ്ങളെ കുറിച്ച് പറയുന്നത് ശേഷനാഗന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ഫണങ്ങളിൽ പത്തികളിൽ മനോഹരമായിട്ടുള്ള വളരെ പ്രകാശം തരുന്ന അതിമനോഹരമായിട്ടുള്ള ഒരുപാട് രത്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രത്നങ്ങളുടെ പ്രകാശം സൂര്യപ്രകാശത്തേക്കാൾ ശക്തി കൂടുതലാണെന്ന് പറയുന്നു. അത്രമാത്രം ശക്തിയാണ് ഉള്ളത്. 50 കോടി യോജന പൃഥ്വി വിസ്താര യാര ഏക ഭണേ രഹേ സർഷപ ആകാര. ഹരേ കൃഷ്ണ പ്രഭു. 50 കോടി യോജന പൃഥ്വി വിസ്താര യാര ഏക ഭണേ രഹേ സർഷപ ആകാര. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. 500 ദശലക്ഷം യോജന വ്യാസമുള്ള പ്രപഞ്ചം അവിടുത്തെ ഒരു പണത്തിന്മേൽ ഒരു കടുകുമണി പോലെ വിശ്രമിക്കുന്നു. ഭാവാർത്ഥം: ശ്വേതദ്വീപിന്റെ നാഥൻ എല്ലാ ലോകങ്ങളെയും തന്റെ അസംഖ്യം ഫണങ്ങളിൽ വഹിക്കുന്ന ശേഷനാഗമായി വിസ്തരിക്കുന്നു. ബൃഹത്തായ ഈ ഗോളങ്ങൾ ശേഷനാഗത്തിന്റെ ദിവ്യ ഫണങ്ങളിൽ വിശ്രമിക്കുന്ന കടുകുമണികളോട് താരതമ്യം ചെയ്യപ്പെടുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ ഗുരുത്വാകർഷണ തത്വം സംഘർഷന്റെ ശക്തിയുടെ ഒരു ഭാഗിക വിശദീകരണമാണ്. സംഘർഷണൻ എന്ന പേര് ഗുരുത്വാകർഷണത്തിന്റെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശേഷനാഗത്തെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ 5:17-2:21 ഒരു പരാമർശമുണ്ട്. യം ആഹുർവസ്യ സ്ഥിതി ജന്മ സംയമം ശ്രീബേർവിഹീനം യാ അനന്തം ഋഷയഃ നാവേദ സിദ്ധാർത്ഥം ഇവാപജിത് സ്ഥിതം ഭൂമണ്ഡലം മൂർത്തസഹസ്രതാമസോ. അലയോ ഭഗവാനെ, അവിടുന്ന് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ ഫലവത്തായ കാരണമാണെന്ന് വേദമന്ത്രങ്ങൾ ഘോഷിക്കുന്നു. പക്ഷെ വാസ്തവത്തിൽ അവിടുന്ന് എല്ലാ പരിമിതികൾക്കും അതീതനാണ്. ആയതിനാൽ അനന്തനെന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. അങ്ങയുടെ അസംഖ്യം ഫണങ്ങളിൽ എണ്ണമറ്റ പ്രപഞ്ചങ്ങൾ വിശ്രമിക്കുന്നു. അങ്ങേക്ക് അവ നിസ്സാരങ്ങളായ കടുകുമണികൾ പോലെയായതിനാൽ അവയുടെ ഭാരത്തെക്കുറിച്ച് ഒരു പ്രത്യക്ഷ ബോധവുമില്ല. ഭാഗവതം 5:2-5:2. കൂടുതലായി പറയുന്നു: യസ്യേദം സ്ഥിതിമണ്ഡലം ഭാഗവതോനന്ദമൂർത്തയ സഹസ്രശിരസ ഏകസ്മിൻ ഏവ ശീർഷണി ക്രിയമാണം സിദ്ധാർത്ഥ ഇവ ലക്ഷ്യതേ. അനന്ത ഭഗവാന് ആയിരക്കണക്കിന് ഫണങ്ങളുണ്ട്. അവ ഓരോന്നും കടുകു വിത്തുപോലെ കാണപ്പെടുന്ന പ്രപഞ്ചഗോളത്തെ താങ്ങുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മനോഹരം. ഇവിടെ ശേഷനാഗനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ ആ ഒരു വിസ്തീർണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 5 ദശലക്ഷം യോജനയാണ് അതിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഈ പറയുന്ന പ്രപഞ്ചത്തിൽ നമ്മുടെ ഓരോ യൂണിവേഴ്സിൻ്റെ ഓരോ ബ്രഹ്മാണ്ടത്തിൻ്റെ അങ്ങനെയുള്ളത് ശേഷനാഗൻ്റെ ശിരസിൽ ഇങ്ങനെയുള്ള
ബ്രഹ്മാണ്ടങ്ങൾ ഇരിക്കുന്നത് കടുകുമണി പോലെയാണ്. നേരത്തെ പറഞ്ഞോളൂ, കടുകുമണി പോലെയേ അവർക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചും അതേപോലെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇപ്പോൾ ക്ഷീരോദസായി വിഷ്ണുവിനെ കുറിച്ചാണോ പറയുന്നത്, ഗർഭോദകസായി വിഷ്ണുവിനെ കുറിച്ചാണോ പറയുന്നത്? കൺഫ്യൂഷൻ വേണ്ട. ക്ഷീരോദസായി വിഷ്ണു ആണെങ്കിലും ഗർഭോദസായി വിഷ്ണു ആണെങ്കിലും ഇനി കാരണദോസായി വിഷ്ണു ആണെങ്കിലും എല്ലാ വിഷ്ണുവും മൂർത്തിയും എല്ലാവരെയും ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ വിഷ്ണു എന്നുള്ള കോമൺ ടെർമിനോളജി ഉപയോഗിച്ച് പറയാറുണ്ട്. ഇവരെല്ലാവരും മൂന്നും ഭഗവാൻ സംഘർഷനിൽ നിന്ന് വരുന്നവരാണ്. നമുക്കറിയാം, നാരായണനിൽ നിന്ന് സംഘർഷനിൽ നിന്ന് ഈ പറയുന്ന 3 പുരുഷാവതാരങ്ങൾ. അപ്പോൾ എന്താണെങ്കിലും ശേഷനാഗാണ് ബ്രഹ്മാണ്ടങ്ങളെ താങ്ങുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗോലോക ചാർട്ടിൻ്റെ അവസാനം നമ്മൾ അടിയിൽ കാണാം ശേഷനാഗ് ഓരോ ബ്രഹ്മാണ്ടത്തെയും താങ്ങുന്നത്, അതായത് ഓരോ പത്തിയിൽ. അതേപോലെ അനേക കോടി പത്തികളുണ്ട്, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം അതാണ് അവസ്ഥ. അപ്പോൾ അത്രയും ഇവിടെ പ്ലാനറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈവൻ വെറും ഒരു ഗ്രഹം മാത്രമല്ല, ഒരു ബ്രഹ്മാണ്ടം മുഴുവനും അവിടെ അത് താങ്ങിയാലും ഒരു കടുകുമണി ഇരിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് ആ സർവീസ് ചെയ്യുന്നത്. ആക്ച്വലി ശേഷനാഗം അറിയുന്ന പോലുമില്ല ഇങ്ങനൊരു സംഭവം മുകളിൽ ഇരിക്കുന്നുണ്ടെന്നുള്ളത്. അതാണ് ഇതൊക്കെ നമുക്ക് ഭാവനയിൽ ഇതൊക്കെ എങ്ങനെ നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല അല്ലേ. നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെയുള്ള കാര്യങ്ങളെ അറിയുള്ളൂ. ഇതിനപ്പുറത്തുള്ള അതീന്ദ്രിയ തലത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ അചിന്ത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എങ്ങനെയാണിത് നടക്കുന്നത്? ഇത് നമ്മളിപ്പോൾ പറയുന്നത് ഇവിടുത്തെ ഭൗതിക ലോകത്തിലെ ഭൗതിക ലോകത്തിൻ്റെ ബ്രഹ്മാണ്ടത്തെക്കുറിച്ചും ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. ആധ്യാത്മിക ലോകത്തിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടില്ല നമ്മൾ. ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ശേഷനാഗിൻ്റെ വലിപ്പം എന്തായിരിക്കും? ഓരോ ബ്രഹ്മാണ്ടത്തെ താങ്ങണമെങ്കിൽ എന്തായിരിക്കണം ശക്തി? ബ്രഹ്മാണ്ടം, ഒരു ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിലെ ചെറിയൊരു പ്ലാനറ്റിലാണ് നമ്മുടെ പ്ലാനറ്റ്, എർത്ത് എന്ന് പറയുന്ന പ്ലാനറ്റ്, ഭൂമി ഒരു പ്ലാനറ്റാണ്. ഇതേപോലെ അനേക കോടി പ്ലാനറ്റുകൾ ഈ ബ്രഹ്മാണ്ടത്തിനകത്തുണ്ട്. ഒന്നും പറയാനില്ല, അതൊക്കെ അചിന്ത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും കൂടുതൽ അതിനെക്കുറിച്ച് എങ്ങനെയെന്നുള്ള ക്വസ്റ്റ്യൻ ചിന്തിച്ചോട്ട് കാര്യമില്ല. മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി നമുക്കില്ലാത്തതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എന്താണോ, ശാസ്ത്രങ്ങൾ പറയുന്നത് എന്താണോ അത് ആക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇനി ആധ്യാത്മിക ലോകത്തിലേക്ക് നമ്മൾ പോയതിന് ശേഷം കൃഷ്ണൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വനഭോജനത്തിന് വേണ്ടി കൃഷ്ണൻ്റെ കൂടെ കാലത്ത് കൂട്ടുകാരുമായി പശുക്കളെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഇതേപോലുള്ള സംശയങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ആ സമയത്ത് ചോദിക്കാം. അദ്ദേഹം നമുക്ക് ക്ലാരിഫൈ ചെയ്തു തരുന്നതാണ്. അല്ല, ഞാൻ അവിടെ ഉള്ള സമയത്ത് ഇങ്ങനെ ഞാൻ ഭാഗവതം പഠിക്കുന്ന സമയത്ത് ചൈതന്യ ചരിതാമൃതം പഠിക്കുമ്പോൾ എല്ലാം എനിക്കൊന്നും മനസ്സിലായില്ലേ, എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ ഭഗവാൻ പറയും, നോ വറീസ്, ഞാൻ നിന്നെ കൊണ്ടുപോകാം, കാണിച്ചു തരാം, ഇതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നേരിട്ട് നമ്മളെ ചിലപ്പോൾ ഒരുപക്ഷെ വന്ന് കാണിച്ചു തരും. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും, എന്നെ തൊട്ടിരുന്നോളൂ, കണ്ണടച്ചോളൂ, നിൻ്റെ മുമ്പിലെല്ലാം സീൻ ബൈ സീനായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ കാണിച്ചു തരും ഭഗവാൻ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ അതേ വഴിയുള്ളൂ. ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. എന്ത് സംശയങ്ങളും ചോദിക്കാം. ആ സമയത്ത് ഇതും ചോദിക്കാം, എങ്ങനെ ഞാൻ ഭൗതിക ലോകത്തിൽ പെട്ടുപോയി, എന്തുകൊണ്ട് ഞാൻ ആദ്യം മുതലേ ഭഗവാന്റെ കൂടെയില്ല എന്നുള്ള ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരവും സമാധാനവും നമുക്ക് അവിടെ പോയാൽ കിട്ടും. അവിടെ പോകാനുള്ള വഴി നമുക്കറിയാം. ആ വഴി സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. സേയിത അനന്തശേഷ ഭക്ത അവതാര ഈശ്വരേര സേവ വിന നാഹി ജാനെ ആര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സയിത ആനന്ദ ശേഷ ഭക്ത അവതാര ഈശ്വരേര സേവ വിന നാഹി ജാനെ ആര. വർത്തമാൻ പാർത്തുമ്പോൾ ശ്രീല പ്രഭുപാദ് കി ജയ്. ആ അനന്തശേഷൻ ഭഗവാന്റെ ഭക്താവതാരമാണ്. ഭഗവത് സേവനം അല്ലാതെ മറ്റൊന്നും അവിടുന്ന് അറിയുകയില്ല. ശ്രീല ജീവഗോസ്വാമി കൃഷ്ണ സന്ദർഭത്തിൽ ശേഷനാഗത്തെ ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു. അനന്തദേവന് ആയിരക്കണക്കിന് മുഖങ്ങളുണ്ട്. അവിടുന്ന് പൂർണ്ണ സ്വതന്ത്രനുമാണ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സേവിക്കാൻ സദാ സന്നദ്ധനായ അവിടുന്ന് ഭഗവാന് വേണ്ടി നിരന്തരം കാത്തു നിൽക്കുന്നു.
സംഘർഷണൻ വാസുദേവന്റെ പ്രഥമ വിസ്തരണമാണ്. അവിടുന്ന് സ്വന്തം ഇച്ഛയാൽ ആവിർഭവിക്കുന്നതിനാൽ സ്വരാട്ട് അഥവാ പൂർണ്ണസ്വതന്ത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ അവിടുന്ന് അനന്തനും സ്ഥലകാലങ്ങളുടെ സർവ്വപരിമിതികൾക്കും അതീതനുമാണ്. സഹസ്രശീർഷനായ ശേഷനായി അവിടുന്ന് തന്നെ സ്വയം അവതരിക്കുന്നു. സ്കന്ദപുരാണത്തിലെ അയോധ്യാമാഹാത്മ്യ അധ്യായത്തിൽ ലക്ഷ്മണനായി തന്റെ മുന്നിൽ നിൽക്കുന്ന ശേഷനോട് ദേവേന്ദ്രൻ ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നു: നാഗഫണങ്ങളോടുകൂടിയ അങ്ങയുടെ ശേഷാവതാര ധാമമായ വിഷ്ണു ലോകത്തിലേക്ക് ദയവായി പോവുക. ലക്ഷ്മണനെ അപ്രകാരം പാതാള മേഖലകളിലേക്ക് അയച്ചതിനു ശേഷം ഇന്ദ്രൻ സ്വന്തം ലോകത്തിലേക്ക് തിരിച്ചുപോയി. ചതുർവ്യൂഹ വിസ്തരണത്തിലെ സംഘർഷണൻ ശ്രീരാമന്റെ കൂടെ ലക്ഷ്മണനായി അവതരിക്കുന്നുവെന്ന് ഈ ഉദ്ധരണി സൂചിപ്പിക്കുന്നു. ശ്രീരാമൻ തിരോഭവിക്കുമ്പോൾ ശേഷൻ ലക്ഷ്മണനിൽ നിന്ന് വീണ്ടും വേർപിരിയുന്നു. ശേഷൻ പാതാള മേഖലയിലെ സ്വധാമത്തിലേക്കും ലക്ഷ്മണൻ തന്റെ ധാമമായ വൈകുണ്ഠത്തിലേക്കും തിരിച്ചു പോകുന്നു. ലഘുഭാഗവതാമൃതം താഴെ കൊടുത്തിട്ടുള്ള വിവരണം നൽകുന്നു. ചതുർവ്യൂഹങ്ങളുടെ രണ്ടാമത്തെ വിഭാഗത്തിലെ സംഘർഷണൻ പ്രപഞ്ചങ്ങളെ വഹിക്കുന്ന ശേഷനോടുകൂടി രാമനായി പ്രത്യക്ഷപ്പെടുന്നു. ശേഷന് രണ്ട് സവിശേഷ ഭാവങ്ങളുണ്ട്. ഒന്ന് ബ്രഹ്മാണ്ഡ ഗോളങ്ങളെ വഹിക്കുന്നവൻ എന്നതും രണ്ടാമത്തേത് ഭഗവാന്റെ ശയ്യാസേവകൻ എന്ന നിലയിലും. ലോകങ്ങളെ വഹിക്കുന്ന ശേഷൻ സംഘർഷന്റെ ഒരു ശക്തിമത്തായ അവതാരമാണ്. അതിനാൽ അവിടുന്ന് ചിലപ്പോൾ സംഘർഷൻ എന്നും വിളിക്കപ്പെടുന്നു. സദാ ഭഗവാന്റെ ശാശ്വത സേവകനായി സ്വയം സമർപ്പിക്കുന്നതാണ് ശേഷന്റെ ശയ്യാരൂപം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ഇവിടെ ശീല പ്രഭുപാദി ഓക്കെ മുമ്പ് ശ്ലോകത്തിൽ എന്ന് പറയുന്നു അനന്തശേഷ് എന്ന് പറയുന്നത് ഭഗവാന്റെ അവതാരമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതെ, ഭക്ത അവതാരമാണ് എന്ന് പറയുന്നത് അല്ലേ. സെയ് അനന്തശേഷ ഭക്ത അവതാര. അദ്ദേഹത്തിന് ഈശ്വരേര സേവവിന നാഹി ജാനയാര. ഭഗവാന്റെ സേവനമല്ലാതെ ഒന്നും അറിയില്ല വേറെ. കാര്യം ഭക്ത അവതാരമാണ്. ഭക്തൻ്റെ ഡ്യൂട്ടി എന്താണ്? ഭക്തൻ്റെ ഭാവം എന്തായിരിക്കും? ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. എന്നാൽ ഭഗവാന്റെ അവതാരം തന്നെയാണ്, ഭക്ത അവതാരമാണെന്ന്. അതാണ് ഭക്തൻ്റെ ഭാവത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. കാര്യം സേവന മനോഭാവം. അത് കാരണം നമുക്ക് ഈ ഒരു മനോഭാവം ഇവിടെ പറയുന്നു. ശിലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. കൃഷ്ണ സന്ദർഭത്തിൽ ശില ജീവഗോസ്വാമി പറയുന്നു, ശില ജീവഗോസ്വാമി പറയുന്ന കാര്യം അനന്തദേവന് 1000 തലകളും 1000 മുഖങ്ങളും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വാസുദേവൻ്റെ ആദ്യത്തെ എക്സ്പാൻഷനാണ് വാസുദേവ സംഘർഷന അല്ലേ. ആ ഒരു ചതുർവ്യൂഹത്തിൽ വരുന്ന വാസുദേവൻ്റെ എക്സ്പാൻഷനാണ് സംഘർഷണൻ. അപ്പോൾ ഇവിടെ അപ്പോൾ ആ സംഘർഷണന് ഇങ്ങനൊരു രൂപം കൂടിയുണ്ട്. അതായത് ഈ പറയുന്ന 1000കണക്കിന് തലകളുള്ള ശേഷനാഗം. ആക്ച്വലി അപ്പോൾ ഇവിടെ ശേഷനാഗം അല്ലെങ്കിൽ സംഘർഷണ 2 അല്ലെങ്കിൽ ശേഷ എന്ന് പറയുമ്പോൾ 2 ഫീച്ചേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ 2 ജോലികളാണുള്ളത്. ഒന്ന് ഈ ബ്രഹ്മാണ്ടങ്ങളെ താങ്ങുന്നു, 2 ഭഗവാന്റെ ബെഡ്. ഇപ്പോൾ 2 രീതിയിൽ അദ്ദേഹം സെർവ് ചെയ്യുന്നുണ്ട് ഭഗവാനെ. 2 ശേഷൻ തന്നെയാണ്. ബ്രഹ്മാണ്ടങ്ങളെ താങ്ങുന്നതും അതേപോലെ തന്നെ ഭഗവാന്റെ ബെഡായിട്ടിരിക്കുന്നതും ഭഗവാനെ സേവിക്കുന്നു. അതാണ്. പിന്നെ ഇവിടെ സ്കന്ദപുരാണത്തിലൊരു കാര്യം പറയുന്നുണ്ട്. അയോധ്യ മഹാത്മ്യ എന്ന് പറയുന്ന ആ ഭാഗത്ത് അവിടെ പറയുന്നു അവിടെ ഭഗവാൻ ശേഷൻ വരുന്നതും ശ്രീമാൻ ലക്ഷ്മണൻ അവിടെ ഉള്ളതും. ഇപ്പോൾ ലക്ഷ്മണനും ആക്ച്വലി ലക്ഷ്മണൻ അവതരിക്കുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട് ലക്ഷ്മണൻ്റെ ആ ഉള്ളിൽ 2 പേരാണുള്ളത്. അതായത് എന്താണ്? ഒന്ന് ശേഷനുണ്ട്. കാര്യം ഭഗവാനെ സെർവ് ചെയ്യാൻ വരും. ഭഗവാനെ അവതാരം എടുക്കുമ്പോൾ ശേഷൻ്റെ ഒരു ഭാവം എന്താണ്? ഭക്ത അവതാരമാണ് അല്ലേ. അപ്പോൾ അവതാരം എന്താ പറയുക, സർവീസ് ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പറയുന്നു വെൻ ലോർഡ് രാമ എവിടെയത് വായിക്കട്ടെ ഞാൻ. അയോധ്യ മഹാത്മ്യ ഡെമിഗോഡ് ഇന്ദ്ര. ഓക്കെ, ഇന്ദ്രൻ റിക്വസ്റ്റിംഗ് ലോർഡ് ശേഷ ഹു വാസ് സ്റ്റാൻഡിങ് ബിഫോർ ഹിം ആസ് ലക്ഷ്മണ. ലക്ഷ്മണൻ തന്നെയാണ്. ലക്ഷ്മണനകത്ത് ആ ശേഷ എന്ന് പറയുന്ന അവതാരം കൂടെയുണ്ട്. പ്ലീസ് ഗോ ടു യുവർ എറ്റേണൽ അബോർഡ്.
Vishnu Loga, where your expansion Shesha with his serpentine hoods is also present. Vishnu Logathekku povan parayunnu. Thus dispatching Lakshmana to the regions of Padala, Lord Indra returned to his abode. This quotation indicates that Sankarshana of the quadruple form, അതായത് ഈ ചതുർവ്യൂഹത്തിലെ സംഘർഷണം എന്ന് പറയുന്നത് ഡിസെൻസ് വിത്ത് ലോർഡ് രാമൻ ലക്ഷ്മണ, അതായത് ആ സംഘർഷൻ ലക്ഷ്മണനും ശ്രീരാമചന്ദ്രഭഗവാനും ആധ്യാത്മിക ലോകത്തിൽ നിന്ന് അവതരിക്കുന്ന സമയത്ത് ഈ സംഘർഷനും കൂടെ വരുന്നുണ്ട്. അതാണ് പറയുന്നത്. വെൻ ലോർഡ് രാമ ഡിസപ്പിയേഴ്സ്, വെൻ ഭഗവാൻ രാമൻ തിരിച്ചു പോകുമ്പോൾ ശേഷ ഓൾസോ സെപ്പറേറ്റ്സ് ഹിംസെൽഫ് ഫ്രം ദ പേഴ്സണാലിറ്റി ഓഫ് ലക്ഷ്മണ. അപ്പോൾ ആക്ച്വലി ശേഷൻ വന്ന് ലക്ഷ്മണനാണ്, കാര്യം ലക്ഷ്മണനാണ് ഭഗവാനെ സെർവ് ചെയ്യുന്നത് അല്ലേ. ശേഷൻ്റെ ഡ്യൂട്ടി എന്താണ്? ഭഗവാനെ വിഷ്ണുവിനെ സെർവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സർവീസാണ്. അപ്പോൾ ഇവിടെ ലീലകൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന നേരത്ത് അവിടെ നിന്ന് മറ്റേ അയോധ്യാധാമം എവിടെയാണോ ശ്രീരാമനും ലക്ഷ്മണനും ഉള്ളത് ആധ്യാത്മിക ലോകത്തിൽ, അവിടെ നിന്ന് വരുന്ന ലക്ഷ്മണനിലേക്ക് ശേഷനാഗൻ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ലീലകൾ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് ലക്ഷ്മണൻ തിരിച്ചു പോകുന്നു, ശേഷനാഗം തിരിച്ച് പാതാള ഭാഗങ്ങളിലേക്ക് പോകും. കാര്യം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അവിടെ എന്താണ്? ഈ പറയുന്ന ഗ്രഹങ്ങളെ സപ്പോർട്ട് ചെയ്യൽ അല്ലേ, അല്ലെങ്കിൽ താങ്ങുന്നത്, അതൊരു സർവീസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാവത്തിലാണ്, രണ്ട് രീതിയിലാണ് ശേഷ സെർവ് ചെയ്യുന്നത്, ഭഗവാനെ സേവനം ചെയ്യുന്നത്. ഒന്ന് ഭഗവാന്റെ കിടക്കാനുള്ള ബെഡായിട്ടും, ഒന്ന് ഈ ബ്രഹ്മാണ്ടങ്ങളെ താങ്ങി നിർത്തുന്നതുമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ അവതാരമെടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ശ്രീരാമനാവട്ടെ ലക്ഷ്മണനാവട്ടെ ഇവരൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ പല എക്സ്പാൻഷൻസും കൂടെ ഉണ്ടാവും, പലവരും ഉണ്ടാവും. അപ്പോൾ പറയും കൃഷ്ണൻ അവതാരമെടുക്കുമ്പോൾ കൃഷ്ണൻ്റെ ഉള്ളിൽ എല്ലാ അവതാരങ്ങളും ഉണ്ട്, എല്ലാ അവതാരങ്ങളും കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും, കൃഷ്ണൻ അസുരന്മാരെ വധിക്കുന്നത്. ആക്ച്വലി ഗോലക വൃന്ദാവനത്തിലെ കൃഷ്ണൻ അസുരന്മാരെ കണ്ടാൽ ഓടിപ്പോവും, പാവം. ആ ഇടിവെട്ടിയാൽ പോലും അമ്മയുടെ സാരിയുടെ പുറകിൽ ഓടിക്കുന്ന ആളാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് പേടിയാന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ മൂഡ് അതാണ്, ഭാവം അതാണ്, വൃന്ദാവനത്തിലെ മൂഡ് അതാണ്. എന്നാൽ അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് പല അസുരന്മാരെ നേരിടേണ്ടി വരും, കൊല്ലേണ്ടി വരും. ആ സമയത്ത് അദ്ദേഹത്തിനകത്ത് വിഷ്ണു ഉണ്ട്. അപ്പോൾ വിഷ്ണു ഉള്ളതുകൊണ്ട് ആ വിഷ്ണുവാണ്. വിഷ്ണുവിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചക്രഗതാപത്മമുണ്ട്, ചക്രം വിട്ട് ആൾക്കാരെ ആയുധമുണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ. നമ്മുടെ കൃഷ്ണൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഫ്ലൂട്ടാണ്. ആ ഫ്ലൂട്ട് വായിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളെ ആക്ച്വലി പറയുകയാണെങ്കിൽ അവരെ കൊല്ലേണ്ട ആവശ്യമില്ല. ഈ ഫ്ലൂട്ട്, ഈ വേണുനാഥം കേട്ടുകഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിലുള്ള അവരുടെ ഉള്ളിലുള്ള എല്ലാ ശത്രുതയും നശിച്ചു പോകുന്നു, അലിഞ്ഞു പോകുന്നു. അവരൊക്കെ അലിഞ്ഞു പോകും, ചിലപ്പോൾ മെൽട്ടാവും ഭഗവാന്റെ വേണുനാഥം കേൾക്കുമ്പോൾ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. 121-ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നോക്കാം. श्रीला प्रभुपाद की जय, श्री चैतन्य चरितामृत की जय, समवेद गौर भक्तवृंद की जय, निताय गौर प्रेमानंदे. हरे कृष्ण. थैंक यू. प्रणाम.